സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവം ധനവാന്മാരായിരിക്കുന്നവർക്ക് മാത്രം പാപം കണക്കിടുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ധനവാന്മാരെ സംബന്ധിച്ച് മാത്രം അത് പാപമായി തീരുന്നു എന്നുള്ളതാണ്. ആ വിഷയം എന്താണെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ആവർത്തന പുസ്തകത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളും അത് വേദപുസ്തകം എടുത്ത് വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് ഏത് പട്ടണത്തിലെങ്കിലും ദരിദ്രനായ സഹോദരൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ, ദരിദ്രനായ സഹോദരൻ്റെ നേരെ നിന്റെ ഹൃദയം കഠിനമാക്കാതെയും കൈ അടയ്ക്കാതെയും നിന്റെ കൈ അവനു വേണ്ടി തുറന്ന് അവന് വന്ന ബുദ്ധിമുട്ടിന് ആവശ്യമായത് വായ്പ കൊടുക്കണം. ദരിദ്രനായ സഹോദരനോട് നിന്റെ കണ്ണ് നിർദ്ദയമായിരുന്ന് അവന് ഒന്നും കൊടുക്കാതിരിക്കുകയും അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിച്ചിട്ട് അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. നീ അവന് കൊടുത്തേ മതിയാവൂ. കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വ്യസനം തോന്നരുത്. നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവൃത്തികളിലും സകല പ്രയത്നങ്ങളിലും അത് നിമിത്തം നിന്നെ അനുഗ്രഹിക്കും. ദരിദ്രൻ ദേശത്ത് അറ്റുപോകയില്ല. അതുകൊണ്ട് നിന്റെ ദേശത്ത് അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് നിന്റെ കൈ മനസ്സോടെ തുറന്ന് കൊടുക്കണമെന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ഇവിടെ ദൈവമായ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ ജനത്തിന് ദൈവം വാഗ്ദാനം ചെയ്ത ദേശത്ത് ചെന്ന് പാർക്കുമ്പോൾ അവരുടെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ഒരു ദരിദ്രനായ സഹോദരനുണ്ടെങ്കിൽ, ആ സഹോദരൻ്റെ ബുദ്ധിമുട്ടിന് ആവശ്യമായത് ധനവാന്മാരായ സഹോദരന്മാർ കൊടുക്കണമെന്നാണ് ദൈവം പറയുന്നത്. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ആ ദരിദ്രനായ സഹോദരൻ ദൈവത്തോട് നിലവിളിക്കുകയും അവൻ്റെ നിലവിളി ദൈവം കേട്ടിട്ട് ധനവാനായ സഹോദരന് അത് പാപമായിട്ട് ദൈവം കണക്കിടും എന്നാണ് ആ വേദവചനത്തിൽ നാം വായിച്ചത്. അതിൻ്റെ 11-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്: നിന്റെ സഹോദരന് നിന്റെ കൈ തുറന്ന് കൊടുക്കണമെന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. അപ്പോൾ ദരിദ്രനായ ഒരു സഹോദരൻ ധനവാനായ ഒരു സഹോദരൻ്റെ അടുത്ത് അല്ലെങ്കിൽ പട്ടണത്തിൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ, ആ ദരിദ്രനായ നിന്റെ സഹോദരൻ എന്നാണ് പറഞ്ഞത്. അപ്പം ദരിദ്രനായ നിന്റെ സഹോദരന് വന്ന ബുദ്ധിമുട്ട് ധനവാനായ നീ പരിഹരിക്കണം എന്നാണ്. അപ്പോൾ ധനവാനായ സഹോദരൻ ദരിദ്രനായ സഹോദരൻ്റെ ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്ന് ദൈവം ആജ്ഞാപിക്കുന്നു എന്നാണ് നമ്മൾ വായിച്ചത്.
ഇതേ കാരണം കൊണ്ടായിരിക്കാം പൗലോസ് തീമോഥെയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ലോകത്തിലെ ധനവാന്മാരോട് നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, സകലതും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാനും ദാനശീലനും ഔദാര്യമുള്ളവരുമായിരിക്കാൻ നീ അവരോട് ആജ്ഞാപിക്കണം എന്നാണ്. അപ്പൊ മോശ ഇസ്രായേൽ ജനത്തോട് ആജ്ഞാപിച്ച ഒരു കാര്യം ഇതാണ്: ധനവാനായ സഹോദരന്മാർ അവരുടെ ഇടയിൽ വസിക്കുന്ന ദരിദ്രന്മാരായ സഹോദരന്മാരുടെ ബുദ്ധിമുട്ടിന് പരിഹാരം വരുത്തണം. വരുത്തുകയില്ലെങ്കിൽ അവൻ ആ ബുദ്ധിമുട്ട് വെച്ച് ദൈവത്തോട് നിലവിളിക്കുകയും ദൈവം ആ നിലവിളി കേട്ടിട്ട് ധനവാനായ സഹോദരന് അത് പാപമായി ദൈവം കണക്കിടും എന്നാണ്. അങ്ങനെ പാപമായി തീരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പൗലോസ് തീമോഥെയോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞത്: ഈ ലോകത്തിലെ ധനവാന്മാരോട് ദാനശീലരും ഔദാര്യമുള്ളവരായി തീരുവാൻ തക്കവണ്ണം നീ അവരോട് ആജ്ഞാപിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പല കൽപ്പനകളും ആജ്ഞാപിക്കുന്നവയല്ല, പല കൽപ്പനകളും ഇങ്ങനെ ചെയ്യണം ചെയ്യരുതെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്നാൽ ഈ ഒരു കാര്യം മാത്രം ദൈവം ആജ്ഞാപിക്കുകയാണ് ചെയ്തത്. അതായത് അത് കൊടുത്തേ മതിയാകും. ആവർത്തന പുസ്തകം 15-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നീ അവന് കൊടുത്തേ മതിയാകും. നീ അവന് കൊടുത്തേ മതിയാവും. അത് ദൈവത്തിന്റെ നിർബന്ധമായ കാര്യമാണ്. അപ്പൊ കൊടുത്തില്ലെങ്കിൽ അത് നിനക്ക് പാപമായി തീരും എന്നാണ് ദൈവം പറയുന്നത്. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ അർപ്പിച്ചു. ഇതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കേണ്ടവരാണ്. എന്നാൽ ഐഹിക ജീവിതത്തിനു വേണ്ട വസ്തുവകകളുള്ള ഒരുവൻ തൻ്റെ സഹോദരന് ബുദ്ധിമുട്ടും പ്രയാസവും കണ്ടിട്ടും ദയയുടെ വാതിൽ കൊട്ടിയടയ്ക്കുന്നെങ്കിൽ അയാളിൽ ദൈവത്തിന്റെ സ്നേഹം വസിക്കുന്നു എന്ന് എങ്ങനെ പറയാം? ഇവിടെ യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് നമുക്ക് ജീവൻ തന്നതുകൊണ്ട് സ്നേഹം എന്താണെന്ന് നാം അറിഞ്ഞു. എന്നാൽ യേശുക്രിസ്തു നമുക്ക് ജീവൻ തന്നതുപോലെ നാം നമ്മുടെ സഹോദരങ്ങൾക്ക് പരസ്പരം ജീവൻ കൊടുത്ത് സ്നേഹിക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ ലോകത്തിൽ വസ്തുവകയുള്ളവൻ, അതായത് ധനവാനായ മനുഷ്യനുണ്ടെങ്കിൽ, അവൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട്, അല്ലെങ്കിൽ ആ സഹോദരൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കുകയും അവന് കൊടുക്കേണ്ട നന്മ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അത് ദൈവത്തിന്റെ സ്നേഹം അവനിൽ ഇല്ല എന്നുള്ളതിൻ്റെ അടയാളമാണ് എന്നാണ് പറയുന്നത്. അതായത് ഒരു സഹോദരന് ബുദ്ധിമുട്ടാണ്, ആ ബുദ്ധിമുട്ടുള്ള സഹോദരനെ അവൻ ജീവൻ കൊടുത്ത് സ്നേഹിക്കേണ്ടതാണ്. എന്നാൽ ജീവൻ കൊടുത്ത് സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിലും ആ വസ്തുവകയുള്ളതിൽ നിന്ന് അവൻ്റെ ബുദ്ധിമുട്ടിന് പരിഹാരം വരുത്തുവാൻ ഈ ധനവാനായ സഹോദരൻ ബാധ്യസ്ഥനാണ്. അതവൻ ചെയ്യുന്നില്ലെങ്കിൽ അവനിൽ ദൈവസ്നേഹം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അതെന്നാണ് യോഹന്നാൻ പറയുന്നത്. ഈ ധനവാൻ എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്: ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. അപ്പൊ ധനവാൻ എന്ന് പറഞ്ഞാൽ ഒന്നിനും മുട്ടില്ലാത്ത മനുഷ്യനാണ് ധനവാൻ. അതായത് മറ്റാരെയും ആശ്രയിക്കാതെ സ്വന്തമായിട്ട്
യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കാര്യങ്ങൾ പരിഹരിക്കുവാൻ കഴിവുള്ളവനാണ് ധനവാൻ. വേറെ ആരെയും ആശ്രയിക്കാതെ സ്വയമായിട്ട് കാര്യങ്ങൾ പരിഹരിച്ച് സുഭിക്ഷമായി ജീവിക്കുന്നവനാണ് ധനവാൻ. അതാണോ എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ മുട്ടില്ലാതെ മറ്റാരുടെ സഹായമില്ലാതെ തന്നെത്താൻ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ജീവിക്കാൻ കഴിയുന്ന ധനവാനായ ഒരു സഹോദരന്റെ അടുക്കൽ അഥവാ അയൽവക്കത്ത് ബുദ്ധിമുട്ടുള്ള, അത് പരിഹരിക്കാൻ കഴിയാതിരിക്കുന്ന, പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമായിരിക്കുന്ന ആ ദരിദ്രനായ സഹോദരന് ഒന്നിനും മുട്ടില്ലാത്തതും എല്ലാം പരിഹരിക്കാൻ കഴിയുന്നതുമായ ധനവാനായ മനുഷ്യൻ ഈ ദരിദ്രനായ സഹോദരന്റെ ബുദ്ധിമുട്ടിന് ആവശ്യമായത് കൊടുക്കുന്നില്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടിലിരിക്കുന്ന സഹോദരൻ ദൈവത്തോട് നിലവിളിക്കുകയും ദൈവം ആ നിലവിളി കേട്ടിട്ട് ഈ ധനവാനായ സഹോദരന് അത് പാപമായി കണക്കിടുകയും ചെയ്യും എന്നാണ് വേദപുസ്തകം നമുക്ക് നൽകുന്ന പ്രബോധനം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചില സഹോദരന്മാർ സഭയിൽ സാക്ഷ്യം പറയുന്നതിനോടൊപ്പമോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ ചില സാമ്പത്തിക ശേഷിയുള്ള സഹോദരന്മാരോട് എന്നെ ഒന്ന് സഹായിക്കണം, എനിക്കൊരു ചെറിയൊരു തുക വായ്പ തരണം എന്നൊക്കെ പറയുമ്പോൾ നാം അതിനകത്ത് പറയുന്ന ചില ന്യായങ്ങളുണ്ട്. ഒന്ന്, അവൻ ദൈവത്തോട് ചോദിക്കട്ടെ, മറ്റുള്ളവരോട് ചോദിച്ചു മേടിച്ച് ജീവിക്കുന്നതല്ല ശരി, ദൈവം കൊടുക്കാൻ മതിയായവനാണ്. പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുയേശുവിൽ തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം തീർത്തു തരും. അപ്പോൾ ആ വാക്യം ആ സഹോദരനെ പറഞ്ഞു കേൾപ്പിക്കും. സഹോദര, നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ പരിഹരിക്കാൻ ഒരു ദൈവം സ്വർഗത്തിലുണ്ട്, അതുകൊണ്ട് നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി, നിന്റെ ബുദ്ധിമുട്ടിന് പരിഹാരം വരും എന്നാണ് ചിലർ ആ സഹോദരനോട് മറുപടിയായിട്ട് പറയുന്നത്. അപ്പോൾ പൈസ കൊടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് തീർക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം കണ്ടെത്തുന്ന ഒരു ന്യായമാണിത്. അതുപോലെ ചില സഹോദരന്മാർ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, എൻ്റെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഞാൻ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും ദൈവം എനിക്ക് പരിഹാരം തരികയും ചെയ്തതുകൊണ്ട് സഹോദരനും അതുപോലെ തന്നെ തരുവാൻ ദൈവം മതിയായവനാണ്, അതുകൊണ്ട് സഹോദരൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ മതി, പരിഹാരം ഉണ്ടാകും എന്ന് പറയുന്ന സഹോദരന്മാരുണ്ട്. അപ്പം ഞാൻ പറയട്ടെ സഹോദരന്മാരെ, ഇങ്ങനെ പറയാനാണെങ്കിൽ പിന്നെ വേദപുസ്തകത്തിൽ എന്തിനാണ് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ച വചനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്? ഇപ്പോൾ യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നോട് ചോദിക്കുന്ന ഏവനും നീ കൊടുക്കണം. അത് സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നന്മ ചെയ്യാൻ നിനക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, നന്മ ചെയ്യാൻ നിനക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ യോഗ്യന്മാരായിരിക്കുന്നവർക്ക് നീ ചെയ്യാതിരിക്കരുത്. ആ വചനമൊക്കെ എന്തിനാ നമുക്ക് തന്നേക്കുന്നതെന്നറിയോ? നമുക്കത് അനുസരിക്കാനാ. അല്ലാതെ ആരെങ്കിലും നമ്മളോട് സഹായം ചോദിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സഹോദരൻ ബുദ്ധിമുട്ടിലാണെന്ന് കാണുമ്പോൾ സാരമില്ല സഹോദരൻ, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം പരിഹാരം വരുത്തട്ടെ, അല്ലെങ്കിൽ സഹോദരൻ അതിനുവേണ്ടി മുട്ടുമടക്ക് എന്നൊക്കെ പറഞ്ഞ സഹോദരനെ ഉപേക്ഷയായി വിചാരിക്കാതെ ആ ദരിദ്രനായ സഹോദരന് അവൻ്റെ ബുദ്ധിമുട്ട് പരിഹരിക്കണം എന്നാണ് വേദപുസ്തകം നമ്മളോട് പറയുന്നത്. അത് പരിഹരിക്കുന്നില്ലെങ്കിൽ ഈ സഹോദരൻ്റെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ധനവാനായിട്ട് ഒന്നിനും മുട്ടില്ലാതെ ഈ ലോകത്തിൽ വസ്തുവകയുള്ളവനായി ഇരിക്കുന്ന ആ സഹോദരന് ദൈവം അത് പാപമായി കണക്കിടും എന്നാണ് പറയുന്നത്. ആണ് പ്രിയ സഹോദരന്മാരെ, ഈ വചനങ്ങളൊക്കെ നമ്മുടെ സഭാ മീറ്റിങ്ങുകളിൽ പഠിപ്പിക്കേണ്ട വചനങ്ങളാണ്. അത് പഠിപ്പിക്കുകയാണെങ്കിൽ ഈ പല സഹോദരന്മാരുടെയും ബുദ്ധിമുട്ടുകൾ വളരെ നിസ്സാരമായി പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ
കർത്താവായ യേശുക്രിസ്തു അദ്ദേഹത്തോട് കൽപ്പിച്ചിങ്ങനെയാണ്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഏറെ നല്ലത്. അപ്പോൾ കൊടുക്കണം എന്നുള്ള അനേക കൽപ്പനകൾ വേദപുസ്തകത്തിലുണ്ട്. അതിൽ ദൈവം ആജ്ഞാപിക്കുന്ന ഒരു കൽപ്പന ഇതാണ്: നിന്റെ അടുക്കൽ താമസിക്കുന്ന ദരിദ്രനായ സഹോദരന് നീ വായ്പ കൊടുക്കണം, അവൻ്റെ ബുദ്ധിമുട്ട് പരിഹരിക്കണം, കൊടുത്തേ മതിയാവൂ എന്ന് ആജ്ഞാപിക്കുകയാണ് ദൈവം. ഇല്ലെങ്കിൽ അത് നിനക്ക് പാപമായി കണക്കിടും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറയുന്നതോ ഞാനൊരു വചനത്തെ വ്യാഖ്യാനിക്കുന്നതോ അല്ല. ഞാൻ പറയുന്ന വചനങ്ങൾ, വേദഭാഗങ്ങൾ നിങ്ങൾ എടുത്തു വെച്ച് വായിച്ചിട്ട് അതങ്ങനെയല്ല എഴുതിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. അല്ല, ഞാൻ പറഞ്ഞത് പോലെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നതെങ്കിൽ അത് ഏറ്റെടുക്കുവാനും അതനുസരിക്കുവാനും നാം ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.